ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. താനൂരിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ഗവൺമെന്റ് കോളേജ് നിർമ്മാണ പ്രവൃത്തി താനൂരിൽ ആരംഭിച്ചു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമി ഏറ്റെടുക്കലടക്കം ഉയർന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് കോളേജ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. താനൂർ നിയോജക മണ്ഡലത്തിൽ കടലോര മക്കൾക്ക് വേണ്ടി ഗുണമേന്മയാർന്ന ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കാനായി പ്രതിജ്ഞാബദ്ധതയോടുകൂടിയാണ് സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെയുള്ളത്. താനൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ നിവാസികളുടെ അതിസാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഗുണമേന്മയാർന്ന ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ആ കുട്ടികളുടെ സാമൂഹ്യമായിട്ടുള്ള ശാക്തീകരണത്തിനും സമൂഹത്തിൻ്റെ നേതൃനിരയിലേക്ക് അവരെ കൊണ്ടുപോകാനുമുള്ള പരിശ്രമമാണ് ഈ കലാലയത്തിൻ്റെ നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. തീർച്ചയായും ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് താനൂർ ഗവൺമെൻറ് കോളേജിന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനടക്കം ഒരുപാട് തടസ്സങ്ങൾ നിലനിന്നിരുന്നു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ഈ കെട്ടിടം ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ 26.28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. 1.5 വർഷത്തിനകം പൂർണ്ണമായും ഇതിൻ്റെ പ്രവൃത്തി തീർക്കുകയും അതിനു മുമ്പായി അടുത്ത അധ്യയന വർഷത്തോടു കൂടി പകുതി ക്ലാസ് റൂമുകൾ പൂർത്തിയാക്കാൻ 8 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാം എന്നാണ് നിലവിൽ നമ്മളുള്ള എഗ്രിമെൻറ്റ്. അടുത്ത അധ്യയന വർഷത്തിൽ തന്നെ ക്ലാസുകൾ നമ്മുടെ പുതിയ ക്യാമ്പസിലേക്ക് മാറ്റാനുള്ള തീവ്രമായുള്ള ശ്രമമാണ് നമ്മൾ നടത്തി വരുന്നത്. എ വി ഷീജ കോഹൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ വി ആർ വിനോദ് IAS, ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ, താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക, വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ്, ഒഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന പാലേരി, പഞ്ചായത്ത് അംഗങ്ങളായ KP രാധ, A സവിത, E ജയൻ, O സുരേഷ് ബാബു, V ബിജു, റഫീഖ്, സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ VP സലീൻ സ്വാഗതവും അഷ്കർ കോറാട് നന്ദിയും പറഞ്ഞു. സംഗീത ബാൻഡായ ചെമ്മീൻ അവതരിപ്പിച്ച മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി. സ്ഥലം ഏറ്റെടുക്കാനുള്ള 6.9 കോടി ഉൾപ്പെടെ 26.28 കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കോളേജിന് പുതിയ കെട്ടിടമുയരുക. 5.4 ഏക്കർ ഭൂമിയിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.5 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ചുറ്റുമതിൽ, ഗേറ്റ്, കുളം നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായി. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ക്യാമ്പസ് ഒരുക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഗ്രീൻ പ്രോട്ടോകോൾ ക്യാമ്പസാവും താനൂർ ഗവൺമെന്റ് കോളേജ്. 15 മാസങ്ങൾക്കകം അക്കാദമിക് ബ്ലോക്കിന്റെയും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും നിർമ്മാണം പൂർത്തിയാക്കി ക്ലാസുകൾ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. കോട്ടക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.